ഒരിക്കൽ ഒരു മോഷണ ശ്രമത്തിനിടെ ലോപ്പസ് പോലീസിന്റെ പിടിയിലായി. കോടതി അയാളെ 7 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ഇതിനിടെ ജയിലിൽ വെച്ചും സഹതടവുകാരായ 4 പേരാൽ ലോപ്പസ് വീണ്ടും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു. ചെറിയ പ്രായത്തിൽ തന്നെ സംഘർഷഭരിതമായ അനേകം ജീവിതാധ്യായങ്ങൾ പിന്നിടേണ്ടി വന്ന ലോപ്പസ് അതിനകം തന്നെ കാരിരുമ്പിന്റെ മനസ്സുള്ള ഒരു കുറ്റവാളിയായി മാറിക്കഴിഞ്ഞിരുന്നു. ജയിലിൽ വെച്ച് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത ആ 4 പേരെയും അവിടെ വെച്ച് തന്നെ ക്രൂരമായി കൊലപ്പെടുത്തി ലോപ്പസ് പ്രതികാരം ചെയ്തു. ദീർഘകാലത്തെ ശിക്ഷയ്ക്ക് ശേഷം ലോപ്പസ് ഇറങ്ങിത്തിരിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു കുറ്റകൃത്യ ജീവിതത്തിലേക്കായിരുന്നു. ജയിൽവാസവും വഴിപിഴച്ച കുട്ടിക്കാലവും ലോപ്പസിനെ സൈക്കോയാക്കി തീർത്തപ്പോൾ സമൂഹം അതിന് കൊടുക്കേണ്ടി വന്ന വില എന്ത്? പെഡ്രോ ലോപ്പസ് എന്ന സൈക്കോപാത്തിനെ എങ്ങനെയാണ് പോലീസ് കീഴടക്കിയത്? എങ്ങനെ സത്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നു? കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.